ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നിർണായകമായ നയപരിഷ്കാരങ്ങളിലൂടെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സഹകരണ മേഖലയെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമെന്നും അമിത്ഷാ. ഇന്ത്യ US വ്യാപാര കരാറിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കരാർ ഉടൻ പൂർത്തിയാകുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഈ മാസം 23-ന് വീണ്ടും സമ്മേളിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ പഞ്ചാബിനെ തകർത്ത് കേരളം ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരിൽ കേരളം സർവീസസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആത്മവിശ്വാസത്തോടെയും നിർണായകമായ നയപരിഷ്കാരങ്ങളിലൂടെയും ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്ന ദർശനവുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. विकसित भारत की यात्रा में बीते वर्ष देश के तेज प्रगति से विकास के वर्ष रहे हैं. जीवन के हर क्षेत्र में समाज के हर वर्ग को उनके जीवन में परिवर्तन का एक कालखंड रहा है. एक सही दिशा में तेज गति से देश आगे बढ़ रहा है. രാജ്യം ശക്തമായ ഒരു ഉൽപ്പാദന ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തുകൊണ്ട് സംരംഭകരെ പിന്തുണയ്ക്കുകയാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി പ്രതിഭാധനരായ യുവസമൂഹമുള്ള ഇന്ത്യയെ ലോകം പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്നും പറഞ്ഞു. പുതിയ പദ്ധതികളിലൂടെ സമസ്ത മേഖലകളിലും രാജ്യത്ത് വികസനം സാധ്യമായതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയത് കാരണം ഇന്ന് ലോക്സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച ലോക്സഭ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ 2 മണിവരെ വീണ്ടും നിർത്തിവെച്ചു. തുടർച്ചയായ ബഹളങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയം സഭ ശബ്ദവോട്ടോടെ അംഗീകരിച്ചു. സഭ 3-ാം തവണ നിർത്തിവെച്ചതിന് ശേഷം 3 മണിക്ക് സമ്മേളിച്ചപ്പോൾ കോൺഗ്രസ്, DMK, TMC ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ എംപിമാരുടെ പെരുമാറ്റത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ദുഃഖം പ്രകടിപ്പിച്ചു. मुझे बड़े दुख के साथ सभा को सूचित करना है कि कल इस सम्मानीय सदन के कुछ सदस्यों ने लोकसभा चैम्बर में जिस प्रकार का व्यवहार किया वो लोकसभा की शुरुआत से लेकर आज तक कभी नहीं हुई. സഭയിലെ പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം പാർലമെന്ററി മാനദണ്ഡങ്ങൾക്കും മര്യാദകൾക്കും അനുസൃതമല്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റത്തെ പാർലമെന്ററി ചരിത്രത്തിലെ കറുത്ത പാട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. ന്യൂസ്. ഭാരത് ടാക്സിയിലൂടെ രാജ്യത്തെ സഹകരണ മേഖല പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി അദ്ദേഹം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി. സീറോ കമ്മീഷൻ, സർജ് ഫ്രീ പ്രൈസിംഗ് മോഡലിലാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി ഡ്രൈവർമാർക്ക് ലാഭം ലഭ്യമാക്കാനും അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സംവിധാനം മുൻഗണന നൽകുന്നു. ഡ്രൈവർമാർ നേടുന്ന നിരക്കുകളിൽ സർക്കാർ കമ്മീഷൻ ഈടാക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാറിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കരാർ ഉടൻ പൂർത്തിയാക്കുമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. വ്യാപാര കരാർ ഇന്ത്യ US ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടം തുറക്കുമെന്നും ബന്ധത്തിന് വിപുലമായ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി നാളെ രാവിലെ 10 മണിക്ക്. പരിപാടി കാണാൻ പൗരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സംബന്ധിച്ച് UDF നടത്തിയ തുടർച്ചയായ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ പ്രതിഷേധവും നടപടികളിലെ നിസ്സഹകരണവും ഇന്നും തുടർന്നു. ബഹളത്തെ തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള ഒഴിവാക്കി. സംസ്ഥാന ബജറ്റിലെ ഗ്രാന്റുകൾക്കായുള്ള അന്തിമ അനുബന്ധ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും വേഗത്തിൽ പൂർത്തിയാക്കി. തുടർന്ന് ഈ മാസം 22 വരെ സഭ നിർത്തിവെക്കുന്നതായി സ്പീക്കർ അറിയിച്ചു. അതേസമയം പ്രതിഷേധത്തിനിടെ ചില പ്രതിപക്ഷാംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാരെ നടുത്തളത്തിൽ വച്ച് കയ്യേറ്റം ചെയ്തതായി സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. നിർമ്മിത ബുദ്ധി വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറാസ്. ന്യൂഡൽഹിയിൽ ഈ മാസം 16 മുതൽ 20 വരെ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ത്യയിലെത്തും. ഒരു ഗ്ലോബൽ സൗത്ത് രാഷ്ട്രം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ആഗോള AI ഉച്ചകോടിയാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ മാസം 7-8 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. പ്രധാനമന്ത്രി മോദിയുടെ 3ാമത്തെ മലേഷ്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ മുൻഗണനയെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വസ്തുനിഷ്ഠമായ വിപണി സാഹചര്യങ്ങൾക്കും വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ചലനാത്മകതയ്ക്കും അനുസൃതമായി രാജ്യത്തിന്റെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്നത് സർക്കാരിന്റെ തന്ത്രത്തിന്റെ കാതലാണെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. The government has stated publicly on several occasions that ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. സംസ്ഥാന സർക്കാർ ഭൂമി നൽകിയാൽ കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിന് ഗണ്യമായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും വിഹിതം എല്ലാ വർഷവും ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ നിന്നുള്ള കേരളത്തിന്റെ നികുതി വിഹിതം 36,355 കോടി രൂപയായി വർദ്ധിച്ചുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ പഞ്ചാബിനെ തകർത്ത് കേരളം ഫൈനലിൽ. ഏകപക്ഷീയമായ 4 ഗോളിനാണ് കേരളത്തിന്റെ ജയം. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരിൽ സർവീസസാണ് കേരളത്തിന്റെ എതിരാളി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. വഡോദരയിൽ രാത്രി 7:30 ആരംഭിക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അസം, കേരള, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര നിരീക്ഷകരായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 714 ജനറൽ നിരീക്ഷകന്മാർ, 233 പോലീസ് നിരീക്ഷകന്മാർ, 497 ചെലവ് നിരീക്ഷകർ ഉൾപ്പെടെ 1,444 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ 2 ദിവസത്തെ കേരള സന്ദർശനം നാളെ ആരംഭിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചി, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലായി ചേരുന്ന ഉന്നതതല സംഘടനാ അവലോകന യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. 20 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക നൽകാൻ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. അടുത്ത മാസം 6-ന് മുമ്പ് DA കുടിശ്ശികയുടെ 25% നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. നിയമപരമായ അർഹതയുണ്ടായിട്ടും അലവൻസുകൾ നിഷേധിക്കപ്പെട്ടുവെന്ന് ജീവനക്കാർ കോടതിയെ ബോധിപ്പിച്ചു. ഇന്നത്തെ വിധിയോടെ 1 ദശാബ്ദത്തിലേറെയായി തീർപ്പാകാതെ കിടന്നിരുന്ന തർക്കത്തിനാണ് പരിഹാരമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർണായകമായ നയപരിഷ്കാരങ്ങളിലൂടെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സഹകരണ മേഖലയെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമെന്നും അമിത്ഷാ.
ഇന്ത്യ US വ്യാപാര കരാറിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കരാർ ഉടൻ പൂർത്തിയാകുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഈ മാസം 23-ന് വീണ്ടും സമ്മേളിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ പഞ്ചാബിനെ തകർത്ത് കേരളം ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോരിൽ കേരളം സർവീസസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.